വാളുകളും കുന്തങ്ങളും ഏന്തിയ നൂറുകണക്കിന് ആളുകൾ, അവർക്ക് മുന്നിൽ ബാരിക്കേഡുകൾ തീർത്ത് സായുധരായ ഉത്തരാഖണ്ഡ് പോലീസ്. സിനിമയിലെ ഒരു യുദ്ധരംഗം പോലെയുള്ള കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് അതിർത്തിയിൽ നിന്ന് പുറത്തു വന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? പഞ്ചാബിൽ നിന്നുള്ള ആയുധധാരികളായിട്ടുള്ള ഒരു സിഖ് സംഘത്തിന് ഉത്തരാഖണ്ഡിൽ എന്താണ് കാര്യം? ഒട്ടനോട്ടത്തിൽ വലിയൊരു കലാപമെന്ന് തോന്നാവുന്ന ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അറിഞ്ഞാൽ നിങ്ങൾ ശരിക്കും അതിശയിക്കും. വളരെ ചെറിയൊരു വാക്ക് തർക്കം രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വലിയൊരു ക്രമസമാധാന പ്രശ്നമായി മാറിയത് എങ്ങനെയെന്ന് നോക്കാം. പഞ്ചാബിലെ മൊഹാലിയിലുള്ള ഗുരുദ്വാരയിൽ നിന്നും ഡെറാഡൂണിലേക്ക് മാർച്ച് നടത്തിയ നിഹാംഗുകൾ എന്ന സിഖ് വിഭാഗത്തെ ഉത്തരാഖണ്ഡ് പോലീസ് അതിർത്തിയിൽ തടഞ്ഞതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. അതിർത്തി കടത്തി വിടില്ല എന്ന് പോലീസിനും കടന്നിട്ടേ പോകൂ എന്ന് നിഹാംഗുകളും നിലപാടെടുത്തതോടെ അവിടെ വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി. നിഹാംഗുകളുടെ പ്രതിനിധിയായിട്ടുള്ള അകാലി ജസ്ദീപ് സിംഗ് മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ വളരെ വ്യക്തമാണ്. നിലവിൽ ഉത്തരാഖണ്ഡ് പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്ന തങ്ങളുടെ 4 ആളുകളെ നിരുപാധികം വിട്ടയക്കണം. അവരെ അന്യായമായി അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം. കൂടാതെ തങ്ങളെ യാതൊരു തടസ്സവും കൂടാതെ രുദ്രപ്രയാഗിലേക്ക് പോകാൻ അനുവദിക്കണം. ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ തിരികെ പോകില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് ഈ സായുധ സംഘം. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തായാലും വാളും കുന്തവും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി ഒരു വലിയ സംഘം ആളുകൾ അതിർത്തി കടന്നു വരുന്നത് ഒരു സർക്കാരും അനുവദിക്കില്ല, ഒരു സംസ്ഥാന സർക്കാരും അനുവദിക്കില്ല. പ്രത്യേകിച്ചും ഉത്തരാഖണ്ഡ് പോലെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ആയുധധാരികളായിട്ടുള്ള ഈ സംഘം സംസ്ഥാനത്തേക്ക് കടന്നാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിനിടയിൽ ഡൽഹി സിഖ് ഗുരുദ്വാര മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതാക്കൾ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കാമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പ്. ഇനി ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എവിടെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ജൂൺ 16-ന് ഉത്തരാഖണ്ഡിലെ കർണപ്രയാഗ് എന്ന സ്ഥലത്താണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിവേര് കിടക്കുന്നത്. സിഖുകാരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള ശ്രീ ഹേമകുണ്ട് സാഹിബിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുറച്ച് നിഹാംഗുകളും കർണപ്രയാഗിലെ ചില പ്രദേശവാസികളും, ഇവർ ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ പ്രദേശവാസികളും തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി. പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടോ കടകളിലെ സാധനങ്ങൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ ഉണ്ടായ വളരെ ചെറിയൊരു വാക്കുതർക്കം പെട്ടെന്ന് തന്നെ വലിയൊരു കയ്യാങ്കളിയിലേക്ക് മാറി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നിഹാംഗുകൾ എന്ന് പറയുന്നത് ഖലിസ്ഥാനികളോ തീവ്രവാദികളോ ഒന്നുമല്ല. സിഖ് മതത്തിന്റെ സായുധ സംരക്ഷകരായി പണ്ടുകാലം മുതൽക്കേ അറിയപ്പെടുന്ന ഒരു പ്രത്യേക വിഭാഗമാണവർ. അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും നീല വസ്ത്രങ്ങൾ ധരിക്കുകയും ആയുധങ്ങൾ കൊണ്ടു നടക്കുകയും ചെയ്യും. കർണപ്രയാഗിൽ നാട്ടുകാരുമായി പ്രശ്നമുണ്ടായപ്പോൾ പുറത്തു നിന്ന് വന്ന ഈ ആയുധധാരികളായിട്ടുള്ള സംഘത്തിനെതിരെ പ്രദേശവാസികൾ വലിയ രീതിയിൽ തിരിഞ്ഞു. കാരണം അവർ പുറത്തു നിന്ന് വരുന്നവരാണല്ലോ. പോലീസ് ഇടപെട്ട് കേസെടുക്കുകയും കുറച്ച് നിഹാംഗുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ ഉത്തരാഖണ്ഡ് പോലീസ് ഹിന്ദുക്കളായിട്ടുള്ള പ്രദേശവാസികൾക്ക് അനുകൂലമായി പക്ഷപാതപരമായി പെരുമാറിയെന്നും സിഖ് യുവാക്കളെ പോലീസ് മർദ്ദിച്ചു എന്നുമാണ് നിഹാംഗുകൾ ആരോപിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കാനാണ് മൊഹാലിയിൽ നിന്നും വലിയൊരു സായുധ സംഘം ഇപ്പോൾ മാർച്ച് നടത്തി ഉത്തരാഖണ്ഡ് അതിർത്തിയിൽ എത്തി നിൽക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പ്രദേശവാസികളെയോ ഉത്തരാഖണ്ഡ് പോലീസിനെയോ പൂർണ്ണമായും കുറ്റം പറയാൻ കഴിയില്ല എന്നതാണ് വാസ്തവം. കാരണം സായുധരായിട്ടുള്ള ഒരു സംഘം അവർ ഇപ്പോൾ തീർത്ഥാടനത്തിനായിട്ടാണ് വരുന്നതെങ്കിൽ പോലും അത് ഒരു പൊട്ടൻഷ്യൽ സുരക്ഷാ ഭീഷണി തന്നെയാണ് പ്രദേശവാസികൾക്കും പോലീസിനും. ഇങ്ങനെ ഓരോ മതത്തിനെയും സംരക്ഷിക്കാനെന്ന പേരിൽ ഓരോ ആൾക്കാർ വാളും കുന്തവും ഒക്കെ എടുത്ത് തീർത്ഥാടനത്തിനാണ് ഇനി പോകുന്നതെങ്കിൽ പോലും അത് ഒരു ജനാധിപത്യ രാജ്യത്തിന് ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് തന്നെയാണ്. ഒരു അടിപിടി നടക്കുമ്പോൾ അതിൽ ആയുധങ്ങളുള്ളവരെ ആയിരിക്കുമല്ലോ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലാതെ ഉത്തരാഖണ്ഡ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പക്ഷപാതപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ തീർത്ഥാടനത്തിനിടയിൽ വഴിയിലുണ്ടായ ഒരു ചെറിയ അടിപിടി കേസ് കൈകാര്യം ചെയ്തതിൽ പോലീസിന് വീഴ്ച പറ്റി എന്ന് ആരോപിച്ചിട്ടാണ് ഇപ്പോൾ ഈ വലിയൊരു സമരം നടക്കുന്നത്. നിലവിൽ നഗരാസൂലെ ഒരു ഗുരുദ്വാരയിൽ സമുദായ നേതാക്കളും ഉദ്യോഗസ്ഥരും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഒരു ചെറിയ തർക്കം വലിയൊരു ഹിന്ദു സിഖ് വർഗീയ പ്രശ്നമായി മാറാതിരിക്കാനും സംസ്ഥാനത്തിന്റെ സമാധാനം തകരാതിരിക്കാനും ഉത്തരാഖണ്ഡ് സർക്കാരും പോലീസും വളരെ കരുതലോടെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിലെ തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകുക.